റഷ്യ ഉക്രൈൻ സംഘർഷം സംബന്ധിച്ച അപ്ഡേഷനുകൾ ഇപ്പോൾ വല്ലാതെ പുറം ലോകത്തേക്ക് എത്തുന്നില്ല. ഒന്നാമത് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെ ലോകമാധ്യമങ്ങളിൽ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി വരുന്നു. അതോടൊപ്പം തന്നെ ഗാസയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ യുദ്ധത്തിൻ്റെ വാർത്തകൾ, സീസ് ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. പക്ഷേ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് ഇരു രാജ്യങ്ങളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ സമയമാണ് ഫോണിൽ പുടിനും ട്രംപും തമ്മിൽ സംസാരിച്ചത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം. പുടിനുമായുള്ള സംഭാഷണ ശേഷം ട്രംപ് സെലൻസ്കിയുമായും സംസാരിച്ചു എന്നും സമാധാന ചർച്ചകളിലേക്ക് വരണമെന്നും അതിനുവേണ്ടി സെലൻസ്കിയെ നിർബന്ധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. സമാധാനത്തിന് ഒരുക്കമാണ് എന്ന് സെലൻസ്കി സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് എന്ന് ട്രംപിൻ്റെ ഓഫീസും പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സെലൻസ്കി എന്തുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു നിർബന്ധത്തിന് വഴങ്ങി എന്നത് സംബന്ധിച്ച ഒരു വാർത്ത കൂടിയുണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഫോൺ സംഭാഷണത്തിനിടെ ട്രംപിനെ റഷ്യ സന്ദർശിക്കാൻ പുടിൻ ക്ഷണിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ട്രംപും പുടിനും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നേരിൽ കാണുവാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സൗദിയിലോ UAE-യിലോ ആയിരിക്കും ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്നാണ് കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. UAE-യേക്കാൾ സൗദിയിലെ റിയാദ് ആയിരിക്കും ചർച്ചയ്ക്കുള്ള ആസ്ഥാനം എന്നാണ് കൂടുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചനകളെല്ലാം. ഫോൺ വിളിക്ക് ശേഷം നോവലിലെ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ട്രംപ് നൽകിയ സൂചന സൗദിയിലായിരിക്കും ഈ ചർച്ച എന്ന് തന്നെയാണ്. വരും മാസങ്ങളിൽ പുടിനുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. അദ്ദേഹം ഇവിടെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടെയും പോകും. ഞങ്ങളും സന്ദർശിക്കാൻ പോവുകയാണ്. മിക്കവാറും സൗദി അറേബ്യയിൽ പുടിനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കും എന്ന പക്ഷേ പ്രത്യേക തീയതികളോ സമയമോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും സൗദി കിരീടാവകാശി സൽമാനെ കുറിച്ച് അറിയാം. ഏറ്റവും നല്ല സന്ദർഭത്തിലും സാഹചര്യത്തിലും ഞങ്ങൾ കണ്ടുമുട്ടുമെന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ചർച്ച നടക്കുന്നതിൻ്റെ മുന്നോടിയായി അമേരിക്കയിലെയും റഷ്യയിലെയും ജയിലുകളിൽ കഴിയുന്ന റഷ്യയുടെയും അമേരിക്കയുടെയും പൗരന്മാരെ മോചിപ്പിക്കുവാനുള്ള ഉടമ്പടിയും മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച് റഷ്യയിൽ തടവിലാക്കപ്പെട്ട US പൗരൻ മാർക്ക് ഫോഗലിനെ ഈ ആഴ്ച മോചിപ്പിക്കാൻ കാരണമായ ചർച്ചകളിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇടപെടലുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പരമാധികാര സമ്പത്ത് മേധാവിയായിട്ടുള്ള കിറിൽ ഡിമിട്രിയും ഈ ചർച്ചയിൽ സൽമാനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ബുധനാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പകരമായി റഷ്യൻ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സുകാരനും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായ അലക്സാണ്ടർ വിന്നിക്കിനെ US കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വാഷിംഗ്ടണും സമ്മതിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. അതേസമയം തന്നെ ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണങ്ങളും നീക്കങ്ങളും ഒരുപോലെ തുടരുന്ന സാഹചര്യത്തിൽ വ്ളാഡിമിർ സെലൻസ്കി എന്തായിരിക്കും നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഏറെ പ്രധാന ചർച്ചകൾക്ക് സന്നദ്ധനാണ് എന്ന് ട്രംപിനോട് വ്യക്തമാക്കിയ സെലൻസ്കിയുടെ മുൻപിൽ അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ബാധ്യതയുടെ ഇടപാട് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്, ഒരു കരാർ മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ആ വാർത്തയാണ് നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അഥവാ ഉക്രൈനിലെ ധാതു ലവണങ്ങൾ അടങ്ങിയ ഭൂമിയുടെ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നാണ് ട്രംപ് സെലൻസ്കിയുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നത്. $300 ട്രില്യൺ സഹായം അമേരിക്ക ഇതുവരെ ഇവർക്ക് നൽകിയിട്ടുണ്ട്, ഉക്രൈന് നൽകിയിട്ടുണ്ട്. ഇതിന് പകരമായി ഈ പണമൊക്കെ തിരിച്ചടക്കണം അമേരിക്കക്ക്. അല്ലെങ്കിൽ ഇതിന് പകരമായി ഈ പറയപ്പെടുന്ന ധാതു ലവണങ്ങൾ അടങ്ങിയ സ്ഥലം തങ്ങൾക്ക് വേണം എന്നാണ് അമേരിക്ക ഇപ്പോൾ സെലൻസ്കിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ്. ആ തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് അമേരിക്കൻ ട്രഷറി മേധാവി സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്തി എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒന്നുകിൽ ട്രംപിന് വഴിപ്പെടുക എന്നതല്ലാതെ സെലൻസ്കിക്ക് മുൻപിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ മുൻകൈയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നതാണ്. റഷ്യ ഉക്രൈൻ സംഘർഷം ശക്തമാക്കിയത് ജോ ബൈഡന്റെ നയങ്ങളായിരുന്നു. ബൈഡൻ നയങ്ങൾ അട്ടിമറിക്കുക എന്നതും ട്രംപിന്റെ മറ്റൊരു അജണ്ടയാണ്. അതുമാത്രമല്ല, പുടിനുമായുള്ള ട്രംപിന്റെ ബന്ധം
ഏറെ പരസ്യമാണ്. സ്വാഭാവികമായും പുട്ടിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുക അല്ലാതെ സെലൻസ്കിക്ക് മുൻപിൽ മറ്റൊരു വഴിയും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നത് വ്യക്തമാണ്. ഏതായാലും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതോടൊപ്പം തന്നെ റഷ്യയ്ക്കും നല്ല കാലം വരാൻ പോകുന്നു എന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത്. നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. Waytonikah.com, the exclusive Muslim matrimonial site.